അശ്വതി, ഇവിടെ നിന്ന് 150ഓളം ആളുകൾ കോഴിക്കോട് നിന്ന് പോയിട്ടുണ്ട്. അവിടെ ഈ ഷിരൂരിലുണ്ട്. ഇതിൽ അർജുന്റെ സഹോദരനുണ്ട്, അർജുന്റെ ഭാര്യ സഹോദരനുണ്ട്, അങ്ങനെ ബന്ധുക്കളായ ആളുകളെല്ലാം ഉണ്ട്. അവരുമായി കുടുംബം നിരന്തരമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ വിവരങ്ങളുമുണ്ട്. പക്ഷേ ഒരു പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് തൽക്കാലം ഇല്ല എന്ന് തന്നെയാണ് അവരുടെ കുടുംബം പറഞ്ഞത്. അല്പസമയം മുമ്പ് നമ്മൾ അവിടെ പോയി അവരോട് സംസാരിച്ചിരുന്നു. അവരുടെ അർജുന്റെ പിതാവിനോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും സംസാരിച്ചിരുന്നു. എന്തായാലും ഇന്ന് കുറച്ച് ഊർജിതമായി തന്നെ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ അവർ ആശ്വാസം പ്രകടിപ്പിച്ചു. എങ്കിൽ പോലും അവരുടെ ഒരു പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളത് ഇന്നലെ തന്നെ അവരുടെ വാക്കുകൾ വ്യക്തമാണ്. ഇന്ന് 8ാം ദിവസത്തിലേക്ക് അർജുനെ കാണാതായി, അർജുൻ കാണാമറയത്തായിട്ട് 8 ദിവസം ആയിരിക്കുന്നു. 8ാമത്തെ ദിവസമാണ് ഇന്ന്. എന്നിട്ട് പോലും യാതൊരു വിവരവും, ഒരു സൂചന പോലും ലഭിക്കാത്തതിൽ വലിയ ദുഃഖം അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കുടുംബന്ധുക്കളും മറ്റുള്ള ആളുകളും സുഹൃത്തുക്കളും എല്ലാം വീട്ടിലെത്തുന്നുണ്ട്. ഒപ്പം തന്നെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയ ദുഃഖം അവിടെ തളം കെട്ടി നിൽക്കുന്ന പോലെയാണ്. കാരണം ആളുകൾ, വീട്ടിലുള്ളവർ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നില്ല, കൃത്യമായി ഉറങ്ങാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണ്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്. ഇങ്ങനെ എല്ലാവരും ആ ഒരു ദുഃഖത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. തിരിച്ചുവരും, അർജുൻ തിരിച്ചുവരും, അർജുന് ചെറിയ പരിക്കുകൾ ഏറ്റാൽ പോലും അർജുൻ തിരിച്ചു വരും പഴയ പോലെ എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ആ ഒരു പ്രതീക്ഷകളെല്ലാം തന്നെ മങ്ങി തുടങ്ങിയിരിക്കുന്നു. ആ പ്രതീക്ഷകൾക്ക് മേലെയാണ് ഇപ്പോൾ ഒരു കരിനിഴൽ വീണിട്ടുള്ളത്. അർജുൻ ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നതിലേക്ക് അവരുടെ മനസ്സിനെ അവർ സ്വയം പാകപ്പെടുത്തി തുടങ്ങി എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചപ്പോൾ വ്യക്തമായ കാര്യം. എന്തായാലും ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവരും എല്ലാം തന്നെ അർജുന്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ ഒരു സൂചന പോലും, ഒരു ഡെവലപ്മെന്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദുഃഖകരമായ കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഇവിടുത്തെ കർണാടകയിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലും ഉണ്ടായിരുന്നു. അതുപോലെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെയും അതുപോലെ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ആദ്യത്തെ 2 or 3 ദിവസം ഒരു തരത്തിലുള്ളൊരു സഹകരണമോ വേണ്ട രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള തെരച്ചിലോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ള ഒരു ആക്ഷേപം എല്ലാവർക്കും ഉണ്ട്. എങ്കിൽ പോലും ഈ കൃത്യമായി മാധ്യമങ്ങളുടെ ഇടപെടലും കേരള സർക്കാരിന്റെ ഇടപെടലും കൊണ്ട് ഇപ്പോൾ ഒരു പരിധിവരെയെങ്കിലും ഊർജിതമായ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ്. എന്തായാലും വീട്ടുകാരിപ്പോഴും ആ ഒരു ദുഃഖം എന്തായാലും പരസ്യമായി പ്രതികരിക്കാനോ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനോ ഒന്നും അവർ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല എന്ന് തന്നെയാണ് അവർ നമ്മോട് വ്യക്തമാക്കിയത്. അതാണ് വിനീഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തിയിരുന്നു. സഹോദരിയാണെങ്കിലും അർജുന്റെ സഹോദരിയാണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്ത് അർജുനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരൂ എന്ന രീതിയിലുള്ള അഭ്യർത്ഥനകൾ പല സമയത്തും അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തത്തിലൊരു നിർവികാരത അവിടെ നിന്ന് നമുക്ക് ആ വീടിന്റെ പരിസരവും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്ക് എത്തുന്നവർ ആരൊക്കെയാണ്? പൊതുപ്രവർത്തകരടക്കം എത്തുന്നുണ്ടോ? മറ്റൊന്ന്, ഈ വിമർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു നിസ്സഹായാവസ്ഥയിലാണ് കുടുംബം എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അവർ ഇപ്പോൾ സൈന്യത്തെയോ അല്ലെങ്കിൽ കർണാടക സർക്കാരിനെ ഒന്നും വിമർശിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരു മരവിച്ച അവസ്ഥ അത് തന്നെയല്ലേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായും ഒരു ശോകമൂകമായ അവസ്ഥ തന്നെയാണ് ആ വീട്ടിലുള്ളത്. ആരും പരസ്പരം ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നേ ഉള്ളൂ. ഭക്ഷണം പോലും കൃത്യമായി ആരും തന്നെ അങ്ങനെ കഴിക്കുന്നില്ല. അവർക്ക് ഉറക്കമില്ല. അവരുടെ സഹോദരി തന്നെ നമ്മളോട് പറഞ്ഞു, അർജുന്റെ സഹോദരി അഞ്ജു തന്നെ പറഞ്ഞത്, ഞങ്ങൾ ഇനി കരയാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരുപാട് ഞങ്ങൾ കരഞ്ഞു, ഇനി ഞങ്ങൾക്ക് കണ്ണുനീരില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരെല്ലാം അർജുനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അർജുൻ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ളത് അതിലേക്ക് അവരുടെ മനസ്സിനെ അവർ സ്വയം പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അർജുന്റെ ഭാര്യയും കുഞ്ഞും അമ്മയും അച്ഛനും എല്ലാവരും സഹോദരങ്ങളും എല്ലാവരും തന്നെ വീട്ടിൽ തന്നെയുണ്ട്. ബന്ധുക്കളെല്ലാം വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി P. മോഹൻ അല്പസമയം മുമ്പ് പാർട്ടി പ്രവർത്തകരും എത്തിയിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ കഴിഞ്ഞ സന്ദർശിച്ചിരുന്നു. MLA തോട്ടത്തിൽ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നു. ജനപ്രതിനിധികളും എല്ലാവരും തന്നെ എത്തുകയും ആശ്വസിപ്പിച്ച ശേഷം മടങ്ങുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും അർജുനെ കണ്ടെത്താൻ, അതായത് അർജുനെ ജീവനോടെ ഇല്ലെങ്കിൽ പോലും അർജുനന്റെ മൃതശരീരമെങ്കിലും ഞങ്ങൾക്ക് കാണണം എന്നുള്ള അവരുടെ ആവശ്യം അതുപോലും പരിഗണിക്കപ്പെടാതെ, അല്ല അതിനുപോലും കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയാണ് ഒരു മരവിച്ച മനസ്സുമായി കൊണ്ട്
കൊണ്ട് തന്നെയാണ് അവരവിടെ ജീവിക്കുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ്, പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് പ്രായോഗികമായി അത് സാധ്യമാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും നമുക്ക് ഒന്നും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആ അർജുൻ ഇനി ഒരു തിരിച്ചുവരവില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമുക്കറിയാം, എന്തെങ്കിലും ഒരു അത്ഭുതം, ഒരു മിറാക്കിൾ ഉണ്ടാവുകയാണെങ്കിൽ അർജുൻ തിരിച്ചു വരും എന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നവരും ഇല്ലാതില്ല. എന്തായാലും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം വേണ്ടപ്പെട്ട ആ ഒരു 30-കാരൻ ഒടുവിൽ കാണാമറയത്തായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ദുഃഖം ഇപ്പോഴും ഈ നാട്ടിലും വീട്ടിലും ഒരുപോലെ തളം കെട്ടിക്കിടക്കുന്നുണ്ട്. ശരി, എസ് വിനേഷ് കുമാറാണ് കുടുംബത്തിന്റെ അവസ്ഥ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വലിയ ദുഃഖത്തിലാണ് അവരുള്ളത്. പ്രതീക്ഷ കൈവിട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ഷിരൂരിൽ നിന്നും നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ, അവിടെ പുഴയിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. പുഴയും കടലും ചേരുന്ന പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നിന്നും KV ബൈജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, സൈന്യത്തിന്റെ ഒരു പ്രതികരണം അത് നമുക്ക് നേരത്തെ ലഭിക്കും, ഇന്ന് 3 മണിയോടെ ലഭിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ബൈജു? എവിടെ വരെ എത്തി ഈ തെരച്ചിൽ എന്നത് സംബന്ധിച്ച്?